എടാ മക്കളെ, അപ്പു, തക്കു, കുട്ടിമണി, ഇതാരാ വന്നേ നോക്കിയേ. ഞാൻ നിങ്ങളോട് പറയാണ്ട് വന്നതല്ലേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ പുറകെ വരുവടാ. എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമാധാനായിരുന്നാലേ എല്ലാം തരൂലു. എന്നാ പിന്നെ എല്ലാരും അവിടെ അടങ്ങിയിരുന്നേ, ഞാനിപ്പോ പെട്ടി കൊണ്ടുവരും. മക്കളെ, ഇതാ പെട്ടി നോക്കിയാട്ടെ. ഇതില് മുഴുവനുള്ളതും നിങ്ങൾക്കുള്ള സാധനങ്ങളാ. പക്ഷെ ആരും വഴക്ക് കൂടാൻ പാടില്ല. ഓരോരുത്തർക്കുള്ള സാധനവും ഞാൻ എടുത്തു തരും. ഓക്കെ? മോളെ കുട്ടിമണി, ഇതാ ഇത് നിനക്കുള്ള സമ്മാനമാകട്ടോ. മക്കളെ, അപ്പു, തക്കു, നിങ്ങൾക്കും ഞാൻ ഡോള് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇത് നിങ്ങൾക്ക് രണ്ടാക്കുമാണ് കേട്ടോ. പാപ്പന് എല്ലാവർക്കും ഡോള് കൊണ്ടുവന്നോണ്ട് നമുക്ക് എല്ലാവർക്കും കളിക്കാൻ ഡോളായി അല്ലേ അപ്പു, തക്കു? അതേ കുട്ടിമണി, എന്റെ ഡോളിന്റെ കളറ് നോക്കിയാട്ടെ, പിങ്ക് കളറാ. അപ്പുന്റെ പോലത്തെ അതേ ഡോളാ എനക്കും കിട്ടിയ, പക്ഷേ എന്റത് റെഡ് കളറാ. മക്കളെ, ഗിഫ്റ്റ് കഴിഞ്ഞില്ല കേട്ടോ, ഇനിയുണ്ട്. പോകല്ലേ. ഈ പാക്കറ്റിലുള്ളതും നിങ്ങൾക്ക് മൂന്നാക്കും തന്നെയാ. എല്ലാരും വഴക്ക് കൂടാണ്ട് എടുക്കണം കേട്ടോ. ഇത് കുട്ടിമണിക്ക്, ഇത് അപ്പൂന്, ഇത് തക്കൂന്. ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്നില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഈ ഡോള് സ്പ്രേ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നല്ലേ? അതെ തക്കു, ഞാനും അത് ആലോചിച്ചിനി. അച്ഛൻ വേറെ ഒന്നും കൊണ്ടുവന്ന പോലെ ഇല്ല കേട്ടാ. എന്റെ അപ്പുവാട്ടാ, തക്കുവാട്ടാ, മുട്ടായി ഒന്നും പാപ്പം കൊണ്ടുവന്നിട്ടുണ്ടാവൂല. അമ്മ എപ്പം പറയല്ലേ മുട്ടായി ഒന്നും തിന്നരേ, പല്ലെല്ലാം മോശമായി പോകുന്നു. നമുക്കൊന്നും വാങ്ങിത്തരത്തൂല്ലല്ലോ. അപ്പൊ പാപ്പം വരുന്നോണ്ട് പറഞ്ഞിട്ടുണ്ടാവും മുട്ടായി ഒന്നും വാങ്ങണ്ടാന്ന്. അതുകൊണ്ടായിരിക്കും പാപ്പം വാങ്ങാഞ്ഞിനി. എന്നാലും അച്ഛനും ഒരു മുട്ടായി എങ്കിലും കൊണ്ടുവരായിരുന്നു. എന്താണ് ഇവിടെ ഒരു ഡിസ്കഷൻ? അതില്ലേ അച്ഛാ, അച്ഛൻ നമുക്ക് ഇത്രേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ, മുട്ടായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. മുട്ടായൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ എല്ലാരും ഒരു ദിവസം ഒറ്റൊന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ പല്ല് മൊത്തം പുഴു കൊണ്ടുപോകും. അച്ഛാ, എന്നാ വേഗം എടുക്കച്ചാ മുട്ടായി. എത്ര ദിവസമായി എന്നറിയാം മുട്ടായി തിന്നിട്ട്. അതെ പാപ്പ, അമ്മയൊന്നും വാങ്ങാൻ വിടൂല. അമ്മ പറയും മുട്ടായി തിന്നാല് പല്ല് മോശാന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിത്തരൂല. പാപ്പ മുട്ടായി കാണിക്ക് പാപ്പ. ഓക്കെ, നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചോക്ലേറ്റ് അതിൻ്റെ അകത്ത് വേണ്ടേ? കുട്ടിമണി, എനിക്ക് എല്ലാം വേണമെന്നുണ്ടേനും, പക്ഷെ ഇപ്പൊ സ്നിക്കേഴ്സ് മതി. അച്ഛൻ പറഞ്ഞിട്ടില്ല അധികം തിന്നാൻ പാടില്ലാന്ന്. തക്കുവാട്ടിനേതാ വേണ്ടേ? സ്നിക്കേഴ്സ് തന്നെയാ വേണ്ടേ? അയ്യോ, അനക്ക് സ്നിക്കേഴ്സ് ഒന്നും വേണ്ട, അനക്ക്
വിചാരിച്ചൊരു ചോക്ലേറ്റ് ഉണ്ട്, മിൽക്കി വേ. അനക്കതാ വേണ്ടു. ബൗണ്ടിയും ടിക്സെല്ലാം നമുക്ക് നാളെയെല്ലാം തിന്നാം അല്ലേ? ഇനി ഇത് മാത്രം തിന്നാ മതിയേ. പാപ്പനും പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം ഒരു മുട്ടായി തിന്നാൻ പാടുള്ളൂന്ന്. എന്തായി, മുട്ടായി ഒക്കെ സെലക്ട് ചെയ്തോ എല്ലാരും? ആ പാപ്പ, ഞാൻ മിൽക്കി വേ ആണ് എടുത്തേ. അപ്പുവാട്ടെ സ്നിക്കേഴ്സും തക്കുവാട്ടെ മാസും എടുത്ത്. അപ്പൊ ഇന്നത്തേക്കുള്ള ചോക്ലേറ്റ് ആയി കേട്ടാ. പാപ്പനില്ലേ ചോക്ലേറ്റ്? ഇതാ അച്ഛാ, അച്ഛൻ ബൗണ്ടി എടുത്തോ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.